ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാനൊരു മിക്സഡ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാനിവിടെ ഒരു 1.5 കപ്പിനടുത്തോളം ബസ്മതി റൈസ് വേവിച്ച് അടച്ചിട്ടിട്ടുണ്ട്. അതുപോലെ പച്ചക്കറികളൊക്കെ അരിഞ്ഞു വെച്ച് വീഡിയോ ലെങ്തായി പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഞാനിവിടെ ഒരു ചെറിയ ക്യാരറ്റ്, ബീൻസ് അത് നീളത്തിൽ ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ ക്യാപ്സിക്കം, അതുപോലെ ക്യാബേജ്, ഇത്രയും സാധനവും നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉള്ളിപ്പൂവാണിത്, അതും ഇതുപോലെ ചെറിയ ചെറിയ റൗണ്ടിലാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 ചെറിയ സവോള അരിഞ്ഞിട്ടുണ്ട്. ഒരു എരിവിന് വേണ്ടി ഒരു 3 പച്ചമുളക് നീളത്തിൽ കീറി വെച്ചിട്ടുണ്ട്. പിന്നെ മിക്സഡ് ഫ്രൈഡ് റൈസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ചിക്കൻ പീസ് ചെറുതായിട്ട് അരിഞ്ഞ് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ കുരുമുളക് പൊടി, 1/4 സ്പൂൺ ഗരം മസാല, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ഇച്ചിരി ഒന്ന് എടുത്ത് ചതച്ചതും കൂടെ ചേർത്ത് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിരിക്കുന്നതാണ്. ഡീപ്പ് ഫ്രൈ അല്ല, ചെറിയൊരു ഫ്രൈ ആക്കി എടുത്തിരിക്കുന്നതാണ്. അതുപോലെ ഒരു മുട്ട കുരുമുളകും ഉപ്പിട്ട് ഇതുപോലെ ചിക്കി പൊരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ടാണ് നമ്മൾ ഈ മിക്സഡ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി പച്ചക്കറികളൊക്കെ വഴറ്റിയെടുക്കാം നമുക്ക്. ഒരു ചീനച്ചട്ടിയിൽ അല്പം എണ്ണയും ഒരിത്തിരി നെയ്യും കൂടെ ഇട്ട് നമ്മുടെ സവോളയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ലേശം ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് അത്യാവശ്യം ഒന്ന് ലൈറ്റ് ബ്രൗൺ ആയിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം പച്ചക്കറികൾ വഴറ്റിയെടുക്കാൻ. അതുപോലെ ഞാൻ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പച്ചക്കറി ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട് ചീനച്ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ലേശം ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എണ്ണയും ഒരു 1/2 സ്പൂൺ നെയ്യും ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയൊന്ന് അത്യാവശ്യം ഒന്ന് വെന്ത് കിട്ടണം. ആ രീതിക്ക് ആക്കിയെടുക്കാം. പച്ചക്കറികളൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഞാൻ വഴറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് നെയ്യ് ഒഴിച്ചൊന്ന് ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിനി എല്ലാം സെറ്റ് ചെയ്യാം. ആദ്യം റൈസ് ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ ചീനച്ചട്ടിയിലേക്ക് നെയ്യ് ഒഴിച്ച് റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് വേവിച്ച് വെച്ച പച്ചക്കറികളെല്ലാം ചേർത്തു. പിന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തത്, അതുപോലെ മുട്ട ചിക്കി പൊരിച്ചത്, സവോള വറുത്ത് വെച്ചത്, അതുപോലെ മല്ലിയില ഇട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 തുള്ളി വാനില എസൻസ് കൂടെ ഒഴിക്കുമ്പോൾ നമ്മുടെ അടിപൊളി ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയായി. നമ്മൾ ഇതിനകത്ത് സോസുകളൊന്നും ചേർക്കുന്നില്ല തൽക്കാലത്തേക്ക്, വീട്ടിൽ കഴിക്കാനായതുകൊണ്ട് തന്നെ. പിന്നെ ഇത് മിക്സ് ചെയ്തിട്ട് കാണാം. കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ മിക്സഡ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. കാണാനൊക്കെ നല്ല അടിപൊളി ലുക്കുണ്ട്, കഴിക്കാനും ടേസ്റ്റ് ഉണ്ട്. ഞങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ഇനി ഇതൊരു പ്ലേറ്റിലെടുത്തിട്ട് നമുക്ക് കാണാം. കൂട്ടുകാരെ, നമ്മുടെ അടിപൊളി മിക്സഡ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നേരത്തെ പറഞ്ഞ പോലെ സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. ഞങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ തയ്യാറാക്കി നോക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായും തയ്യാറാക്കി നോക്കുക. സോസുകളൊന്നും ഞാൻ ചേർത്തിട്ടില്ലെന്നേ ഉള്ളൂ. സോസുകളും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈലായി മാറും ഇത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാരെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.